നമുക്ക് അലീനയുടെ മനുഷ്യങ്കന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പം നമുക്ക് നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ നമ്മൾ കാണുന്ന ബാലേന്ദ്രനെ ഭീഷണിപ്പെടുത്തിയിട്ട് ശിവശങ്കരൻ കോള് കട്ട് ചെയ്യണം. ആ സമയം കമല ചോദിച്ചു, അല്ലെങ്കിൽ എന്ത് പറഞ്ഞ അയാൾക്ക് ഒരു കുലുക്കുമില്ല. അയാൾ പറയണേ നമ്മളോട് എല്ലാവരും അങ്ങോട്ട് ചെല്ലാനാ പറയണേ, നമ്മളുടെ ഭാഗത്തുനിന്ന് ആൾക്കാർ കുറഞ്ഞു പോയെന്ന്. അതെ, അയാൾ നാണം കെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുന്നിൽ പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് പറയുന്ന നമ്മളൊന്നും കാര്യമായിട്ട് എടുക്കണ്ട, അയാൾക്ക് നല്ല ഉൾഭയം കാണും എന്ന് രാജീവും പറയണം. കമല പറഞ്ഞു, അത് ശരിയാ, ചിലപ്പോൾ നല്ല പേടി കാണുമായിരിക്കും നമ്മളെല്ലാവരും കൂടെ ചെല്ലുവാന്ന് അറിഞ്ഞു കഴിയുമ്പോൾ. ഇനി മിക്കവാറും നമ്മൾ ചെല്ലുന്നതിന് മുമ്പ് അവളെ ആ വീട്ടിൽ നിന്ന് ചിലപ്പോൾ കടത്തുവന്നാ. അങ്ങനെ വന്നാൽ നല്ല കാര്യം, അവളെ പറഞ്ഞു വിട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട് ശിവേട്ട, അങ്ങനെ അവളെ പറഞ്ഞു വിട്ടാലും നമ്മൾ ഇങ്ങോട്ട് പോകുന്നതിന് ശേഷം 2 ദിവസം കഴിയുമ്പോൾ കൊണ്ടുവരാതിരിക്കാൻ പറ്റില്ലോ അയാൾക്ക്. ചിലപ്പോൾ അയാൾ അങ്ങനെ കൊണ്ടുവന്നാലോ? അങ്ങനെ കൊണ്ടുവന്നിട്ടില്ല എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്നൊക്കെ ശിവശങ്കരൻ പറഞ്ഞു. ഇതങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല, അയാൾ ഒരു വെല്ലുവിളി പോലെയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങോട്ടേക്ക് ചെല്ലാനായിട്ട് എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച മട്ടില്. കൈതയ്ക്കൽ മാളിക വീട്ടിന്റെ ബലം എന്താന്ന് അയാൾക്ക് അറിയത്തില്ല. അല്ലെങ്കിൽ ഈ വീടിന്റെ ഉമ്മർത്തിരുന്ന് കഴിച്ചുകൊണ്ടിരുന്നവനല്ലേ അവന്, എന്നിട്ടാണ് അവൻ ഇത്രയ്ക്ക് അഹങ്കാരം ജാടയൊക്കെ. രാജുവും പറഞ്ഞു, അത് ശരിയാ, അവനെ പോലെയുള്ള ഒരുത്തന് നമ്മുടെ പെങ്ങളെ കെട്ടിച്ചു കൊടുത്ത ഏറ്റവും വലിയ ദോഷം. പക്ഷെ പെങ്ങൾ ചെയ്ത കൊള്ളരുതായ്മ എന്താണെന്നും അവർ ചിന്തിക്കുന്ന പോലുമില്ല. പക്ഷെ കമലയ്ക്ക് മാത്രം ഇതിനെക്കുറിച്ച് അറിയത്തില്ല. വൈജയന്തി നേരത്തെ പ്രഗ്നന്റ് ആയിരുന്നു, അവൾ ഒരു കുഞ്ഞിന് ജന്മം നൽകിയെന്നുള്ള കാര്യം. പക്ഷെ ശിവശങ്കരനും രാജീവിനും ഒക്കെ അതിനെക്കുറിച്ച് നല്ല വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. എന്നിട്ടാണ് അവർ ബാലേന്ദ്രനെ കുറ്റപ്പെടുത്തുന്നത്. കള്ളത്തരത്തിൽ വൈജയ ബാലേന്ദ്രനെ തലയിലേക്ക് കെട്ടിവെക്കുകയും ചെയ്ത. എന്നിട്ടോ ഇപ്പൊ ബാലേന്ദ്രനെ വെല്ലുവിളിച്ചിറങ്ങിയിരിക്കുക. ആ സമയത്ത് ബാലേന്ദ്രൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു. 8-9 പേര് വരും, തന്നെ ഇപ്പം അങ്ങോട്ട് കടയിനകത്തേക്ക് കയറ്റും, വരട്ടെ ഇങ്ങോട്ടേക്ക്, വരുന്നവന്മാരൊക്കെ വരട്ടെ എന്നൊരു ചിന്തയായിരുന്നു ബാലേന്ദ്രന്. അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ തോറ്റു കൊടുക്കാൻ താൻ തയ്യാറാകുന്നില്ല. അല്ലെങ്കിലും ഇത് നെടുമ്പുരയ്ക്കൽ വീടാ, കൈതയ്ക്കൽ മാളിക വീടല്ല. ഇവിടെ വന്ന് വെല്ലുവിളിച്ചിട്ട് ഒരുത്തനും അങ്ങനെ 2 കാലം നേരെ ചോയെ പോകത്തില്ല. എന്ത് ചെയ്യണമെന്നറിയാം എന്നൊക്കെ കരുതിയിട്ട് പോയി ഡ്രോ തുറന്നു. അതിനകത്തുനിന്നൊരു പിസ്റ്റൾ എടുത്തു. ഒരു നിവൃത്തിയില്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് പ്രയോഗിക്കണം. തൻ്റെ വീട്ടിൽ വന്ന് തന്നെ ഭീഷണിപ്പെടുത്തി കൊല്ലാൻ ശ്രമിച്ചു. അപ്പം തനിക്ക് ഷൂട്ട് ചെയ്യേണ്ടി വന്നു, അത്രേ ഉള്ളൂ. ഇത് വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യും താന്. അതൊക്കെ ഓർത്തുകൊണ്ട് ബാലേന്ദ്രൻ ആ പിസ്റ്റളൊക്കെ ഒന്ന് തൂത്തുടച്ച് വൃത്തിയാക്കി ക്ലീനാക്കി വെച്ചു. ഇത് നേരത്തെ പ്രയോഗിക്കാനായിട്ട് എടുത്താ അന്ന് തനിക്ക് അറ്റാക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് വൈജയന്തി ഈ ഭൂമുഖത്ത് ജീവനോടെ ഉണ്ടാകത്തില്ലായിരുന്നു. അവൾ തലനാരി ഇഴയ്ക്കാണ് രക്ഷപ്പെട്ടു പോയത്. അലീന ഉള്ളതുകൊണ്ട് മാത്രമാണ്. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രന് അടിമുടി പെരുത്ത് കയറി. ബാലേന്ദ്രനാണെങ്കിൽ നല്ല ദേഷ്യമായിരുന്നു. വൈജയന്തിയെ കൊന്ന് കുഴിച്ചു മൂടാനുള്ള ദേഷ്യം വന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് അവൾ ഒന്നും അറിയത്തില്ലാത്ത മട്ടിൽ നടക്കുക എന്നൊരു ചിന്തയും കൂടെ ഉണ്ടായിരുന്നു. അലീന ആ സമയത്ത് അവിടെ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ബാലേന്ദ്രൻ പണ്ട് എന്തെങ്കിലും ചെയ്തരും വൈജയന്തിയെ. കാരണം ചില സമയത്ത് ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റാതെ വരും. ആ സമയത്ത് അലീനയുടെ മുഖം മനസ്സിലേക്ക് ഓർമ്മ വരും. അങ്ങനെയൊക്കെയാണ് ബാലേന്ദ്രൻ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും തരണം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ. പിന്നീട് കൃഷ്ണമോൾ രാവിലെ സ്കൂളിൽ പോയിട്ട് റെഡിയാവണം. അപ്പോഴേക്കും കൃഷ്ണമോൾക്ക് ഉച്ചയ്ക്കുള്ള ടിഫിനും കാര്യങ്ങളൊക്കെ അലീന കൊണ്ടേ കൊടുത്തു. അങ്ങനെ കൃഷ്ണമോളോട് അലീന പറഞ്ഞു, അതെ ചോറൊക്കെ കൊണ്ടുവന്നോളാം, മൊത്തം കഴിച്ചിട്ടാ വരാവുള്ളൂ, ബാക്കി പാത്രത്തിൽ കൊണ്ടുവന്നേക്കല്ലേ. ഇല്ല ചേച്ചി തന്നു വിടുന്നല്ലേ, ഞാൻ മുഴുവൻ കഴിക്കും, എനിക്കിഷ്ടപ്പെട്ട കറികളൊക്കെയല്ലേ ചേച്ചി ഉണ്ടാക്കിയിരിക്കുന്നത്, അത് പിന്നെ പറയാനുണ്ടോടി കുട്ടിക്കുറുമ്പി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തോളത്തേക്കൊന്ന് തട്ടിയിട്ട് കൃഷ്ണമോളെ അങ്ങോട്ട് പറഞ്ഞു വിടാൻ തുടങ്ങുമ്പോഴത്തേനും വൈജയന്തി അങ്ങോട്ട് ഇറങ്ങി വന്നു. അപ്പോൾ ഹാളിൽ തന്നെ രോഹിത്തും ബബിതയൊക്കെ ഉണ്ടായിരുന്നു. ആ സമയം ബബിത ചോദിച്ചു, നീ സ്കൂളിൽ പോകണോ? അല്ല പിന്നെ, ഞാൻ ബബിതേച്ചിനെ പോലെ ക്ലാസ്സും കട്ട് ചെയ്തിട്ട് ഇവിടെ ഇരിക്കുവാണെന്നാണോ വിചാരം? ഓ നീ വല്ല പഠിപ്പിയാണല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് കേട്ടപ്പം കൃഷ്ണമോട് പറഞ്ഞു, ഞാൻ വലിയ പഠിപ്പിയൊന്നും അല്ലെങ്കിലും ചേച്ചിനേക്കാളും ഭേദമാണെന്ന് പറയണ. അല്ല നീ ഇന്ന് പോവാതിരിക്കുവാണെങ്കിലേ ഇന്ന് ഇവിടെ ഒരു സ്റ്റണ്ടൊക്കെ കാണാമായിരുന്നു പറയണ. സ്റ്റണ്ടോ? ചിലരെയൊക്കെ ഇവിടെ തല്ലി ഇറക്കി വിടുന്ന സീനുകളൊക്കെ ഉണ്ടായിരുന്നെന്ന്, അതൊന്ന് കാണാമായിരുന്നു. നിനക്കത് കാണാൻ പറ്റില്ലോ, മിസ് ചെയ്യുമല്ലോ എന്ന് പറയണ. അടിച്ചിറക്കുന്ന ആ രംഗമൊന്നും നിനക്ക് കാണണ്ടേ? അത് കേട്ടത് കൃഷ്ണമോള് വിട്ടുകൊടുത്തില്ല. കൃഷ്ണമോള് പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഭവിതേച്ചിയും രോഹിതണ്ണും ഒക്കെ ഉണ്ടല്ലോ, നിങ്ങൾ അതങ്ങ് ഷൂട്ട് ചെയ്ത് വെക്ക്, അതിന് വൈകുന്നേരം വരുമ്പോൾ എന്നെ കാണിച്ചാൽ മതി, ആ വീഡിയോ ഞാൻ കണ്ടോളാം, എന്താ അത് പോരെ? അപ്പം നിനക്ക് സമാധാനം ആവില്ലേന്ന് ചോദിച്ചു. കൃഷ്ണമോൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. തൻ്റെ അച്ഛൻ ഒരു കാരണവശാലും അലീന ചേച്ചി വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പോകുന്നില്ല. ആരൊക്കെ വന്ന് എതിർത്തെന്ന് പറഞ്ഞാലും അലീന ചേച്ചി ആർക്കും ബലമായിട്ട് ഇവിടെ നിന്ന് ഇറക്കി വിടാൻ പറ്റില്ല എന്നൊരു ചിന്ത കൃഷ്ണമോളുടെ മനസ്സിലുണ്ട്. അപ്പോഴത്തേക്കും വൈജയന്തി പറഞ്ഞു, അവളുടെ നാക്ക് കണ്ടില്ലേ, തനി അച്ഛൻ്റെ മോള് തന്നെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും
കൃഷ്ണമോള് വിട്ടുകൊടുത്തില്ല. കൃഷ്ണ പറഞ്ഞു, അല്ല അമ്മയുടെ മോളും ഉണ്ടല്ലോ എവിടെയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ഭവിതേച്ചി എന്താടി നീ പറഞ്ഞേ? അല്ല ഞാൻ പറഞ്ഞ സത്യമല്ലേ? അമ്മയുടെ തനി പകർപ്പ് തന്നെയാ ഭവിതേച്ചി. ആ സ്വഭാവവും ഗുണങ്ങളും എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി എങ്ങനെയായി തീരുന്നു കണ്ടറിയാം. തലതിരിഞ്ഞ് പോകത്തുള്ളെന്ന് പറയുകയാണ്. അച്ഛൻ്റെ സ്വഭാവം ആയതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. പക്ഷെ അമ്മയുടെ സ്വഭാവം ഭവിതേച്ചി അനുകരിച്ചിട്ടുണ്ടെങ്കിൽ ഭവിതേച്ചിക്ക് നല്ല ഇടിവെട്ടി പണി തന്നെ കിട്ടും. അപ്പോഴേക്കും കൈ ഓങ്ങിക്കൊണ്ട് അങ്ങോട്ടേക്ക് കൃഷ്ണമോളം നിറക്ക് വരുവാണ്. വൈജി എന്നിട്ട് ചോദിച്ചു, എന്താടി നീ പറഞ്ഞേ? എൻ്റെ സ്വഭാവത്തിന് എന്താടി പ്രശ്നം? ഓ അമ്മയുടെ സ്വഭാവത്തിന് എന്ത് പ്രശ്നം? ഒരു കുഴപ്പമില്ല. നല്ല സ്വഭാവമല്ലേ? ഇത്ര നല്ല സ്വഭാവമുള്ള ആരും ഈ പഞ്ചായത്തിൽ പോലും കാണത്തില്ല. അതും പറഞ്ഞിട്ട് അലീന ചേച്ചി ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അലീനയ്ക്ക് ഒരു ടാറ്റയും കൊടുത്ത് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയെ കൊടുത്തിട്ട് അങ്ങോട്ട് ഇറങ്ങി പോകണം. അത് കണ്ടു കഴിഞ്ഞപ്പോൾ വൈജിക്ക് ഒട്ടും സഹിച്ചില്ല. വൈജിക്ക് കട്ടക്കലിപ്പായി. കാരണം അമ്മയെ തന്നോട് പറഞ്ഞു, അവൾ യാത്ര പോലും പറഞ്ഞില്ല. അവൾ പറഞ്ഞിരിക്കുന്നു, അതും അലീനയോട് ഒരു ജോലിക്കാരുടെ യാത്ര പറഞ്ഞ് പോയിരിക്കുന്നു. കാണിച്ചു കൊടുക്കുന്നുണ്ട് അവളുടെ അഹങ്കാരം എന്നൊക്കെ ഇങ്ങനെ വൈജയന്തി തീരുമാനിച്ചു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഗ്രേസമ്മയും മാമച്ചനും അവർക്ക് അങ്ങോട്ട് വരികയാണ്. അപ്പം അലീനയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അലീനയെ വിളിച്ച് വഴിയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കടപ്പാട്ട് വീട്ടിലേക്ക് വരാനുള്ള വഴി. അങ്ങനെ അലീന വഴിയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് മാമച്ചനും ഗ്രേസമ്മയും രേവതിക്കുട്ടിയും കൂടെ വീട്ടിലേക്ക് വരുന്നത്. അപ്പം അലീനയെ കൂട്ടിക്കൊണ്ട് പോകാനാ. ഇനി ഒരു നിമിഷം പോലും അനീലെ അവൻ നിർത്തണ്ട. അലീനെ കാരണം ആ വീട്ടിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ലെന്ന് രേവതിക്കുട്ടിക്ക് ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അലീന ചേച്ചി ആരും ഇട്ട് പന്ത് കിട്ടുന്ന പോലെ തട്ടാൻ പാടില്ല. ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് കരുതിയിട്ടല്ലേ ഇങ്ങനെയൊക്കെ എന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു. അങ്ങനെ വന്ന് അവർ കോളിംഗ് ബെല്ല് അടിക്കുന്ന സമയത്ത് പോയി കഥ തുറക്കുന്ന വൈജി ചോദിച്ചു, ആരാ എന്താന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴെങ്കിൽ രേവതിക്കുട്ടി പറഞ്ഞു, ഞാൻ രേവതിക്കുട്ടി, അലീന ചേച്ചിയുടെ. ഓ മനസ്സിലായി, അത് നീ ആയിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ഈ സമയം കൂടെയുള്ള ഗ്രേസമയം മാമച്ചനെയൊക്കെ നോക്കണം. രേവതിക്കുട്ടി പറഞ്ഞു, ഇത് എൻ്റെ അങ്കിളും ആൻറ്റി എന്ന് പറയണം. നിൻ്റെ അങ്കിളും ആൻറ്റിയോ? നീ ഓർഫൻ അല്ലേന്ന് ചോദിക്കുകയാണ്. അത് കേട്ടപ്പോൾ ഗ്രേസമ്മ പറഞ്ഞു, അതെ അവൾ ഓർഫനാണെങ്കിലും അവൾ ഞങ്ങളുടെ സ്വന്തം ആളെ പോലെ ഞങ്ങളവളെ കാണുന്നേ. ഓ അപ്പം എല്ലാത്തടത്തും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ? ഇവിടെ ഒരാളും ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് കയറി പോവാണ് അകത്തേക്ക്. അപ്പോഴേക്കും രേവതിക്കുട്ടിയുടെ സംസാരം കേട്ട് അലീന അങ്ങോട്ട് ഓടി വരുവാണ്. രേവതിക്കുട്ടി കണ്ടു കഴിഞ്ഞപ്പോൾ അലീന ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു. എന്നിട്ട് നിനക്ക് സുഖമാണെന്നൊക്കെ ചോദിക്കുക. എനിക്ക് സുഖമാണെന്ന് പറയണം. ആ സമയം അലീന പറഞ്ഞു, ബാ ആൻറ്റി ഞങ്ങൾ കയറി വരാൻ പറയണം. വൈജയന്തിയാണ് അകത്തേക്ക് ക്ഷണിച്ചു പോലും ഉണ്ടായിരുന്നില്ല അവരെ. അങ്ങനെ അവർ കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേനും അലീന പറഞ്ഞു, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ എന്ന് ചോദിക്കുക. അതൊന്നും വേണ്ടാന്ന് പറയണം. അപ്പോഴേക്കും വൈജയന്തി വന്ന് രൂക്ഷമായിട്ട് അവരെ നോക്കി. എന്നിട്ട് പറഞ്ഞു, അല്ല നിങ്ങൾ എന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കുക. അത് ഞങ്ങൾ അലീനയെ കൂട്ടിക്കൊണ്ട് പോകാമെന്നാ. ഹോ എൻ്റെ പൊന്നോ സമാധാനമായി. എങ്ങനെയെങ്കിലും ഇവളെ ഒന്ന് കൊണ്ടുപോയി ഈ ശല്യം ഒന്ന് ഒഴിവാക്കി തരാമോ? ഇവള് കാരണം എൻ്റെ മനസ്സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആ സമയം രേവതിക്കുട്ടി അടിമുടിയോ നോക്കി വൈജയന്തിയെ. എന്നിട്ട് അലീനയോട് പറഞ്ഞു, ഓ അതേ സംസാരം, അതേ ചിരി, അതേ നോട്ടമൊക്കെ എന്ന് പറയണം. എന്താണ് നീ പറഞ്ഞത് വൈജയന്തി ചോദിച്ചു. വൈജയന്തിക്ക് കാര്യം മനസ്സിലായില്ല. പക്ഷെ അലീനയ്ക്ക് മനസ്സിലായി. അലീന പതുക്കെ രേവതിക്കുട്ടി ഒന്ന് തോണ്ടുവാണ്. ആ സമയത്ത് അലീനയോട് രേവതിക്കുട്ടി പറഞ്ഞു, അത് ചേച്ചി പോയി ചേച്ചിയുടെ ബാഗ് എടുത്തുകൊണ്ട് വാ, നമുക്ക് പോകാമെന്ന് പറയണം. അപ്പോഴേക്കും വൈജയന്തി പറഞ്ഞു, ഓ എത്രയും പെട്ടെന്ന് ഇവളെ ഒന്ന് കൊണ്ടുപോയി തരേണ്ട ഒരു ഉപകാരമായിരുന്നു. അല്ലെങ്കിലും ഇവളെപ്പോലുള്ള ഒരുത്തി ഈ വീട്ടിലേക്ക് എന്ന് വലുതുകാലം വെച്ച് കയറി വന്നോ അന്ന് തൊട്ട് തുടങ്ങിയതാ എൻ്റെ കഷ്ടകാലം, ഈ കുടുംബത്തിൻ്റെ കഷ്ടകാലം. എത്രയും പെട്ടെന്ന് തന്നെ ഇവളെ വിളിച്ചുകൊണ്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു. അത് കേട്ടപ്പം മാമച്ചൻ നല്ല ദേഷ്യം വന്നു. മാമച്ചൻ പറഞ്ഞു, ഒന്നുമില്ലേലും നിങ്ങളുടെ വീട്ടിൽ ഇത്രയും കാലം ജോലി ചെയ്ത പെൺകുട്ടിയല്ലേ, നിങ്ങൾക്ക് അവളോടൊരു കമ്മിറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് ചോദിക്കുക. പിന്നെ ഇവളെ എന്നോട്ട് വിളിച്ചുകൊണ്ട് പോയിക്കളാൻ ഞാൻ പറയണതാ. എവിടെയെങ്കിലും കൊണ്ടുപോയിക്കോ, എവിടെ കൊണ്ടുപോയി കളഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. എങ്ങനെയെങ്കിലും ഈ ജന്തുവിനെ എനിക്കൊന്ന് ഒഴിവായി കിട്ടിയാൽ മാത്രം മതി എന്ന് പറയണം. രേവതിക്കുട്ടിക്ക് നാവ് ചൊറിഞ്ഞു വന്നു. രേവതിക്കുട്ടി പറയാനിങ്ങനെ വാ പൊളിച്ചപ്പോഴത്തേനും അലീന തടഞ്ഞു. വേണ്ട, കാരണം രേവതിക്കുട്ടിയുടെ നാക്കിൽ ലൈസൻസ് ഇല്ല, എന്ത് വെള്ളം വെട്ടിത്തോന്ന് പറയുന്ന സ്വഭാവമാണ്. ആ സമയം ഗ്രേസമ്മ വൈജയന്തിയോട് പറഞ്ഞു, അതെ ഞങ്ങൾ ഇവിടെ കൊണ്ടുപോകാൻ തന്നെ വന്നാ, ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ 100 വട്ടം സമ്മതമാണ്. ഞങ്ങൾ കൊണ്ടുപോകുക തന്നെ ചെയ്യും. ഇത്ര നല്ലൊരു പെൺകുട്ടിയെ ഈ അടുത്ത പ്രദേശത്ത് ഞങ്ങൾ കണ്ടു കിട്ടുമോ? അത് കേട്ടപ്പോൾ വൈജയന്തി പറഞ്ഞു, കൊണ്ടുപോയിക്കോ 10 കാലം നിർത്തി കഴിയുമ്പോൾ നിങ്ങളൊരു പാഠം പഠിച്ചോളും. ഇപ്പോഴത്തെ ആവേശത്തിന് അങ്ങോട്ട് കൊണ്ടുപോകും. 10 കാലം നിർത്തി കഴിയുമ്പോൾ അറിയാം നിങ്ങളുടെ കുടുംബം കൂടെ കുട്ടിച്ചോറായി കഴിയുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമാവുമല്ലോ എന്നൊക്കെ പറഞ്ഞു. ആ സമയം അലീനയ്ക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. ഇതേ സമയം മാമച്ചനും അലീനയ്ക്ക് വേണ്ടിയിട്ട് കുറേ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതങ്ങ് അലീനയ്ക്ക് കൊടുക്കുകയാണ്. അതോടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തി ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുവാണ്. എന്നിട്ട് പറഞ്ഞു, ഓ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ നിങ്ങൾ ഇവൾക്ക് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ല, എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ ഇവൾക്ക് സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുന്നേ? നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ എന്താ വന്ന് ചെയ്തു തന്നേന്നൊക്കെ ചോദിക്കുക. ആ സമയം ഗ്രേസം പറഞ്ഞു, അതെ അലീന നല്ലൊരു കുട്ടിയാന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം. അവളുടെ സ്നേഹം മാത്രം മതിയല്ലോ. എൻ്റെ സ്നേഹത്തോടെ അവൾ മറ്റുള്ളവരോട് പെരുമാറുന്നേ, പക്ഷെ അത് അനുഭവിക്കാനുള്ള യോഗം നിങ്ങൾക്കില്ലാതെ പോയി.
അല്ലായിരുന്നെങ്കിൽ ഒരിക്കലും നിങ്ങൾ അവളെക്കുറിച്ച് ഇങ്ങനെയൊന്നും പറയില്ലായിരുന്നു. പക്ഷെ നിങ്ങളതൊക്കെ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും വൈജയന്തി എന്ന് ഗ്രേസം പറയണം. ഓ, നിങ്ങൾ എന്നെ കൂടുതൽ പഠിപ്പിക്കാനൊന്നും വരണ്ടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന പറഞ്ഞു, അതെ ഞാൻ അച്ഛനോടൊന്ന് ചോദിച്ചിട്ട് വട്ടെ, കാരണം ബാലേന്ദ്രനോട് ചോദിക്കാൻ അടുത്തും പോകാൻ പറ്റില്ലല്ലോ, വീട്ടിലേക്ക് പോയിക്കോളാൻ പറഞ്ഞായിരുന്നു രേവതിക്കുട്ടി അടുത്തേക്ക്. പക്ഷെ ഇപ്പം പറയുന്നത് പോകണ്ടെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നേ, അങ്ങനെയാണെങ്കിലും ചോദിക്കാതെ പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് ചെന്നു. ബാലേന്ദ്രൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, അച്ഛാ രേവതിക്കുട്ടിയൊക്കെ വന്നിട്ടുണ്ട്. രേവതിക്കുട്ടിയൊക്കെ ഇങ്ങോട്ട് വന്നോ? അതെ, എന്നെ കൂട്ടിക്കൊണ്ട് വരാൻ വന്നേ, ഞാൻ അവരോടൊപ്പം പോയിക്കോട്ടെ എന്ന് ചോദിക്കണം. അപ്പോഴേക്കും ബാലേന്ദ്രൻ ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞു, അത് വേണ്ടാന്ന് പറയാ. അതെന്താ? നീ അങ്ങോട്ട് പോയ പ്രശ്നവും ചിലപ്പോൾ ഈ പറയുന്ന രാജീവിന് ശിവശങ്കരനും ഒക്കെ കാര്യങ്ങൾ എളുപ്പം. നീ അങ്ങോട്ടേക്ക് പോയാലും ചിലപ്പം നിന്നെ തേടി അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ അങ്ങോട്ടേക്ക് വരും. അവിടെ വെച്ച് നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ അതും പ്രശ്നമാവും. ചിലപ്പോൾ അവിടെ വെച്ച് നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലോ അതെനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല. നീ എൻ്റെ കൺവേട്ടത്തുണ്ടെങ്കിൽ നിനക്കൊന്നും സംഭവിക്കില്ല. നിന്നെ എനിക്ക് സംരക്ഷിച്ച് പൊതിഞ്ഞു പിടിക്കാൻ പറ്റും. പക്ഷേങ്കിൽ നീ അവിടേക്ക് പോയിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തൽക്കാലത്തേക്ക് നീ പോവണ്ടെന്ന് പറയാണ്. അലീനയ്ക്ക് സങ്കടമായി. പക്ഷെ ആ സമയത്ത് തന്നെ അലീന ഓർത്ത് ബാലേന്ദ്രൻ്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുകയാണ്. പിന്നീട് അലീന താഴേക്ക് വന്ന് ഇപ്പം രേവതിക്കുട്ടി പറഞ്ഞു, എന്ത് പറഞ്ഞു ചേച്ചി? പൊയ്ക്കോളാൻ പറഞ്ഞില്ലേ? ചേച്ചിയുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ പറയണം. അപ്പോഴേക്കും അലീന പറഞ്ഞു, പോവണ്ടെന്നാ പറഞ്ഞേന്ന്. പോവണ്ടെന്നോ? അതെ, പോവണ്ടെന്ന്. ആ സമയം വൈജയന്തി പറഞ്ഞു, എനിക്കറിയാം നിന്നെ വിടില്ലാന്ന്. ബാലേന്ദ്രന് നിന്നെ വിടാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വൃത്തിയുടെ രീതി സംസാരിക്കുകയാണ്. അപ്പോഴേക്കും ഗ്രേസം പറഞ്ഞു, ഇതേ വൈജയന്തി, നിങ്ങളൊന്നുമല്ലേലും കുറച്ച് വിദ്യാഭ്യാസം വീരമുള്ള സ്ത്രീയല്ലേ, നിങ്ങളുടെ വായിന്ന് ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ പറയണേ. നിങ്ങൾ ബാങ്കിലെ വലിയ ജോലിക്കാരി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എങ്കിലും നിങ്ങളുടെ ഭാവിൽ നിന്ന് ഇത്രയും തരംതാടുന്ന വാക്കുകളൊന്നും ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അത് കേട്ടപ്പോൾ വൈജയന്തിക്ക് ഇത്തിരി നാണമൊക്കെ തോന്നി. ആ സമയത്ത് അലീന പറഞ്ഞു, അങ്കിളും ആൻറ്റിയും പോയിക്കോ, സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളെ പറഞ്ഞു വിടുന്നത്. നിങ്ങളോടൊപ്പം എനിക്ക് വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ നിൽക്കേണ്ട ഇവിടെ, നിങ്ങൾ പോയിക്കോളാൻ പറയണം. അലീനയ്ക്ക് നല്ല ടെൻഷനാണ്. കാരണം അവർ വരുന്നതിന് മുമ്പ് ഇവരെ പറഞ്ഞു വിടണം. പാവം ഇവരെന്തിനാ ഇനിയിപ്പോൾ അവരുടെ മുന്നിൽ നിന്ന് നാണം കണ്ട കാര്യമൊന്നുമില്ലോ എന്നൊരു ചിന്തയായിരുന്നു അലീനയുടെ മനസ്സിലും. അലീന വരില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ രേവതിക്കുട്ടിക്ക് സങ്കടമായി. ആ സമയത്ത് രേസം പറഞ്ഞു, മോള് വിഷമിക്കണ്ട, മോൾക്ക് ഇവിടുന്ന് എപ്പോൾ അങ്ങോട്ടേക്ക് പോരാൻ തോന്നിയാലും ഒന്ന് വിളിച്ചാൽ മതി, ഞങ്ങൾ വന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞു. ആ സമയം ട്യൂഷുമായിട്ട് ഇങ്ങനെ വൈജയന്തി നോക്കുകയാണ് അവരെ. എന്നിട്ട് പറഞ്ഞു, നിനക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ ഇവിടെ വിളിച്ചുകൊണ്ട് പോയിക്കോ, എനിക്ക് പൂർണ്ണ സമ്മതമാണെന്ന് പറഞ്ഞു. ആ സമയത്താണ് ബാലേന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നത്. ബാലേന്ദ്രൻ വന്നിട്ട് ചോദിച്ചു, ആരെ വിളിച്ചുകൊണ്ട് പോകുന്ന കാര്യം വൈജയന്തി പറയണേ? അല്ല, അത് പിന്നെ ഞാൻ, അതെ അലീന ഇപ്പോൾ ഒരിടത്തേക്കും പോകുന്നില്ല, അവളെൻ്റെ മകളാന്ന് ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ മകൾ ഈ വീട്ടിൽ തന്നെ കാണണം, ഒരിടത്തേക്കും പോകാൻ പോകുന്നില്ല. പിന്നെ നിനക്ക് ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ ഇറങ്ങിപ്പോയ്ക്കോ, അല്ലാതെ അവളെ ഇറക്കി വിടാൻ നോക്കണ്ടെന്ന് പറയണം. വൈജയന്തി ഗ്രേസമ്മയുടെ മാമച്ചനെയൊക്കെ മുന്നിൽ ശരിക്കും നാണം കെട്ട് തലഞ്ഞു കുഴിച്ച് നിൽക്കുകയാണ്. എന്ത് മറുപടി പറയണമെന്നറിയില്ലാതെ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ രാജീവനൊക്കെ വന്ന് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അലീനെ അവിടെ നിന്ന് ഇറക്കി വിടാനായിട്ട്. പക്ഷെ അതൊന്നും നടക്കത്തില്ല. ശിവശങ്കരനെയൊക്കെ ഒടുവിൽ നാണം കെട്ട് തോറ്റ് പിന്മാറുകയോ ചെയ്യുന്നത്. ബാലേന്ദ്രൻ്റെ മുന്നിൽ അവർക്കൊരു വിലയില്ലാതാവും. മാത്രമല്ല വൈജയന്തിക്കിട്ടും കിട്ടാൻ പോകുന്നല്ല 8ന് പണി തന്നെയാണ്. വൈജയന്തിൻ്റെ അഹങ്കാരം തീർത്തു കൊടുക്കുക തന്നെ ചെയ്യും. അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.